ഞങ്ങളുടെ ലാവോസ് യാത്ര തുടരുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം 6000 കിലോമീറ്റർ റോഡ് മാർഗം പോവുകയാണെങ്കിൽ 6000-ഓളം കിലോമീറ്റർ അകലെയാണ് ലാവോസ്. തായ്ലൻഡിന്റെയും കംബോഡിയയുടെയും വിയറ്റ്നാമിന്റെ ഒക്കെ ഇടയിൽ നീണ്ടിടക്കുന്ന ഒരു രാജ്യമാണ് ലാവോസ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം 4000 ഐലൻഡ്സ് 4000 ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. അത് മെക്കോങ് നദിയിലാണ്. അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾ പക്സയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ നഗരമാണ് പക്സെ. ഇടയ്ക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ആണ് ഞങ്ങളുടെ യാത്ര. നമ്മുടെ നാട്ടിലില്ലാത്ത പല വിഭവങ്ങളും അവിടെ റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. രാത്രി യാത്രയിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ വലിയ കുഴപ്പം കാണുന്നില്ല. നീണ്ടെടുക്കുന്ന ഒരു വഴിയാണ്. ഇടയ്ക്കൊരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നുണ്ട്. ചെക്കിംഗ് ആണ് തോന്നുന്നു. പക്ഷെ ഞങ്ങളവിടെ കൈ കാണിക്കുന്നുണ്ടായില്ല. ഞങ്ങൾ പക്സയിലെത്തി. അവിടെ ഒരു ടുക്ടക് എടുക്കുകയാണ്. ടുക്ടക് ബൈക്കിൽ കെട്ടിവെച്ച ഒരു വാഹനമാണ്. ഇവിടെ ഒരുവിധ രാജ്യങ്ങളിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. ബൈക്കിന്റെ സൈഡിൽ കെട്ടിവെച്ച ഒരു 3-4 പേർക്ക് ഇരിക്കാവുന്ന ഒരു വാഹനം. ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കുകയുണ്ടായി. പെട്രോൾ അടിക്കുമ്പോൾ എടുത്ത് അവന്റെ പാന്റ് കണ്ടിട്ട് ഞങ്ങൾ ആകെ ചിരിച്ച് ഒരുവിധമായി. അടുത്ത ഞങ്ങളെ യാത്ര തൊട്ടടുത്തുള്ള ഒരു ഗോൾഡൻ ബുദ്ധ ക്ഷേത്രത്തിലേക്കാണ്. ഒരു മലയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം സന്ധ്യയായി തുടങ്ങിയിരുന്നു. അവിടെ കാണാൻ കഴിയോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നിരവധി ബുദ്ധ വിഗ്രഹങ്ങൾ അവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വഴി തെറ്റിയെങ്കിലും പിന്നീട് ഞങ്ങൾ കറക്റ്റ് റൂട്ടിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ നിറമുള്ള ധാരാളം ബുദ്ധ വിഗ്രഹങ്ങള് ഞങ്ങളെ അവിടെ വരവേറ്റു. ഇതാണ് ഏറ്റവും വലിയ ബുദ്ധ വിഗ്രഹം. മെക്കോങ് നദിയുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന തരത്തിലാണ് ഈ ബുദ്ധ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ബുദ്ധ വിഗ്രഹത്തിന്. മെക്കോങ് നദിയുടെ കാഴ്ച കണ്ടുകൊണ്ട് സന്ധ്യാസമയത്ത് കാറ്റേറ്റുകൊണ്ടിരിക്കാൻ 100 കണക്കിന് ആളുകൾ ഉണ്ടാവാറുണ്ട് അവിടെ. ചില ആളുകൾ ഫോട്ടോ എടുപ്പിലാണ്, ചിലര് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു. മെക്കോങ് നദി നീണ്ടു കിടക്കുകയാണ്. നല്ല വീതിയുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്നത്, നദിയുടെ അപ്പുറത്ത് കാണുന്നത് പക്സെ നഗരമാണ്. ഞങ്ങൾ ഇന്ന് രാത്രി താമസിക്കുന്ന അവിടെയാണ്. ഈ കാണുന്ന പാലം പക്സയിലേക്കുള്ള പാലമാണ്. സാംസങ് S22 അൾട്രയുടെ പവറാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടത്. അത്രയും ദൂരത്തുള്ള പാലമാണ് സൂം ചെയ്ത് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചത്. ഞങ്ങൾ പക്സയിലേക്ക് മടങ്ങുകയാണ്. പക്സെ നഗരത്തിലേക്ക് മടങ്ങുകയാണ്. ഈ പാലം കടന്നു വേണം അപ്പുറത്തെത്താൻ. നൈറ്റ് മാർക്കറ്റുകൾ ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത്ര നൈറ്റ് മാർക്കറ്റുകളുണ്ട്. രാത്രി വളരെ വൈകിയും ഇവിടെ ആളുകൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് വേണ്ട സംഗതികളെ കാണിച്ചു കൊടുക്കാം. മത്സ്യമാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒക്കെ അതവർ പാകം ചെയ്തു തരും. ഒരു അമ്മ ചെറിയൊരു കുട്ടിക്ക് എന്തോ ഭക്ഷണം കൊടുക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിക്കഴിഞ്ഞു. നല്ല എരിവാണ് ഇവിടുത്തെ കറികൾക്കൊക്കെ. ഞങ്ങൾ അടുത്ത ദിവസം യാത്ര തുടരുകയാണ്. ഒരു വെള്ളച്ചാട്ടമാണ് ഞങ്ങൾ ലക്ഷ്യം. നെറ്റിൽ കണ്ട ഫാസ്വാം വാട്ടർഫാൾസ് അത് കാണാനാണ് പോയത്. പക്ഷെ ഞങ്ങൾ റൂട്ട് തെറ്റി കുറച്ച് ദൂരം മുന്നോട്ട് പോയി. അപ്പോഴാണ് അവിടുത്തെ ചേച്ചി, ഒരു മോളും ഉണ്ട് കൂടെ. അവർ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിൽ യാത്ര ചെയ്യുകയാണ്. ഒരുപാട് ദൂരം, ഒരു 3-4 കിലോമീറ്ററോളം ഞങ്ങൾക്ക് വഴി കാണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അത് വേണ്ടാന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് വഴി തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാണ് അവര് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് വഴി അറിയില്ല. പലരോടും ചോദിച്ചൊക്കെയാണ് പോയത്. ഞങ്ങൾ ആ കുട്ടിക്ക് ചെറിയൊരു സംഖ്യ സമ്മാനമായിട്ട് കൊടുത്തു. ആദ്യം വാങ്ങിയിട്ടില്ലെങ്കിലും പിന്നീട് അവര് അത് വാങ്ങിക്കൊള്ളാൻ കുട്ടിയോട് പറഞ്ഞു. നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ്. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തുകയാണ്. ഇവിടെ കണ്ട രസകരമായ ഒരു സംഭവം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ കൗതുകരമായ സംഭവം, ഒരു മനുഷ്യനോടെ ഇല്ല എന്നുള്ളതാണ്. ചുറ്റും കാടാണ്. വെള്ളം നദിയിലൂടെ ഒഴുകി പോകുന്നു. വെള്ളച്ചാട്ടം കാണാൻ മനോഹരമാണ്.
പക്ഷെ അത് കാണാൻ ഒരു മനുഷ്യനെയും അവിടെ എവിടെയും ഞങ്ങൾ കണ്ടില്ല. വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുള്ള കെട്ടിടങ്ങളാണ് ഇതൊക്കെ. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കിയിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ അവിടെ വരുന്നതായോ ഈ കെട്ടിടമൊക്കെ എന്തെങ്കിലും തകർന്നു നടക്കുന്ന ഒരു പിടിയും കിട്ടിയില്ല. ഒരുപക്ഷെ കൊറോണ കാലത്ത് സഞ്ചാരികളുടെ എണ്ണം കുറവായപ്പോൾ തകർന്നു പോയതാണെന്ന് ഞങ്ങൾ ഊഹിച്ചു. ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിനോദസഞ്ചാര കേന്ദ്രം മാറ്റാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ അനാഥമായി കിടക്കുകയാണ്. ഞങ്ങൾ അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തഡ്ഫാൻ വാട്ടർഫാൾസ് എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ്. വളരെ മനോഹരമാണെന്ന് കേട്ടിരുന്നു. കേട്ടതുപോലെ തന്നെ അതിമനോഹരമാണ് ഈ കാഴ്ച. കൊടും കാട്ടിൽ നിന്നാണ് ഈ 2 കൈവഴികളായിട്ട് ഈ വെള്ളച്ചാട്ടം വരുന്നത്. അതൊരു അഗാധമായ ഗർത്തത്തിലേക്ക് പതിക്കുകയാണ്. ഇതിന് മുമ്പ് കണ്ട വെള്ളച്ചാട്ടം പോലെയല്ല. 100 കണക്കിന് വിനോദ സഞ്ചാരികൾ ഇവിടെയുണ്ട്. കാരണം ഇവിടെ നിരവധി സാഹസിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. സിപ്പ് ലൈൻ, അതിൽ കയറാൻ വേണ്ടി ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും സിപ്പ് ലൈൻ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. എല്ലാവരും ഊഴം കാത്തു നിൽക്കുകയാണ്. അപ്പൊ യാത്ര ആരംഭിക്കുകയാണ്. വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മൊബൈലും പിടിച്ചുകൊണ്ടുള്ള ഈ യാത്ര ആയതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നം. കാരണം മൊബൈൽ കയ്യിൽ നിന്ന് മിസ്സായാൽ പിന്നെ കിട്ടില്ല. ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക്, പിന്നെ അവിടുന്ന് വേറൊരു മലയിലേക്ക്, ഇങ്ങനെ 3-4 മലകൾ കവർ ചെയ്താണ് യാത്ര പോകുന്നത്. ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. ഇതേപോലെ മരങ്ങളിൽ കെട്ടിയുണ്ടാക്കിയ ചില സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയി ലാൻഡ് ചെയ്യേണ്ടത്. അവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി, അതും കെട്ടിയുണ്ടാക്കി തന്നെയാണ്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തണം. അത്യാവശ്യം നല്ല റിസ്ക് തന്നെയായിരുന്നു പരിപാടി. ഇന്നത്തെ കാഴ്ചകൾ അവസാനിച്ചു. ഇനി ഞങ്ങൾ ലാവോസിന്റെ തലസ്ഥാനമായ വിയന്റൈനിലേക്ക് യാത്ര തുടങ്ങുകയാണ്.